അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും ഖുർആൻ ഓതിക്കൊണ്ട് ഹദീസുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തിരുത്തുമ്പോൾ സമസ്തക്കാരായ ആളുകളുടെ ചോദ്യമുണ്ട്, ഹറക്കത്തുകളില്ലാത്ത ഒരു കിതാബ് നിന്റെ കയ്യിൽ തന്നുകൊണ്ട് നിനക്കത് വായിക്കാൻ പറഞ്ഞാൽ കേൾക്കുമോ എന്നുള്ളത്. ഞങ്ങൾ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ ഞങ്ങളെ ഖുർആൻ പഠിക്കാൻ വിട്ടിട്ടില്ല, ഞങ്ങളിത് കയ്യിലൂത്താനാണ് വിട്ടത്. എന്നാൽ റസൂലുള്ളാന്റെ പേരക്കുട്ടിയാണെന്ന് അവകാശപ്പെടുകയും ചെറുപ്പം മുതൽ മദ്രസയിൽ പഠിക്കുകയും ഇന്ന് 1000-ഓളം മഹലിന്റെ കാളിയായി പ്രവർത്തിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ഇദ്ദേഹത്തിന്റെ അറബി പാണ്ഡിത്യം ഒന്ന് കേട്ടു നോക്കൂ. അദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെയാണ്. മൻ തഫഖഹ വലം യതസവ്വഫ ഫഖദ് തഫസ്സഖ വമൻ തസവ്വഫ വലം യതഫഖഹ ഫഖദ് തസന്തഖ വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖ. നിങ്ങൾ മുട്ടുകൈയില്ലാത്തവർ, ചെറുവിരലില്ലാത്തവരുടെ കുറ്റം പറയാൻ പാടില്ലല്ലോ. ഒരു മുജാഹിദ് മൗലവിയാണിത്. അദ്ദേഹം ആദ്യം അമുസ്ലിമായിരുന്നു, പിന്നീട് മുസ്ലിമായി ഇസ്ലാം സ്വീകരിച്ച്. പക്ഷേ വന്നുപെട്ടത് മുജാഹിദ് പാളയത്തിലാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടി അനാചാരങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്ബറകളിലും മറ്റുമൊക്കെ പോയി ഫോട്ടോ എടുക്കുക, അവിടുത്തെ വീഡിയോ എടുക്കുക, എന്നിട്ട് ഇത് അനാചാരമാണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് മുറിക്കണ്ടം ആയത്തും ഹദീസൊക്കെ ഓതിയിട്ട് അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുക. ഇതാണ് മൂപ്പരുടെ ജോലി. അപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് അറിവില്ലല്ലോ. അറിവില്ലാതെ, അതായത് തീരെ കിതാബ് പോലും വായിക്കാൻ അറിയാത്ത നിങ്ങൾ ഇതൊക്കെ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കിതാബൊക്കെ എടുത്ത് വായിച്ചിട്ട് അതിൻ്റെ ഒരു അർത്ഥം വെച്ച് തന്നാൽ ഞങ്ങളത് അംഗീകരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു മറുപടിയായിട്ട് കൊണ്ടുവന്നതാണ് അദ്ദേഹം ഈ ഒരു വീഡിയോ, തങ്ങളുടെ വീഡിയോ. നമുക്കറിയാം, അവിടെ തങ്ങൾ വായിക്കുന്നത് ഒരു കടുകട്ടിയുള്ള അറബി പദമാണ്. ആ പദം വായിക്കുമ്പോൾ തങ്ങളത് കൃത്യമായിട്ട് തന്നെയാണ് വായിച്ചത്. പക്ഷേ വായിക്കുമ്പോൾ ചെറിയ തപ്പിപ്പിടുത്തം, അത് സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഉണ്ടാകുന്നതാണ്. നമ്മളൊക്കെ ഓതി പഠിച്ച ബിരുദമുള്ള ആളുകളാണ്. പക്ഷേ തങ്ങളെ സംബന്ധിച്ച് തങ്ങളെ വലിയൊരു ബിരുദെടുത്ത് വലിയൊരു പണ്ഡിതനായി അറിയപ്പെടുന്ന ആളൊന്നല്ല. പക്ഷേ എന്നിട്ടും അദ്ദേഹം അറബി ഉദ്ധരണികളൊക്കെ വായിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. പക്ഷേ ഈ വിദ്വാൻ ഇയാൾ ഇത് പറയുമ്പോൾ ഇയാളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ, അതായത് അത്യാവശ്യം പഠിച്ച് ബിരുദമൊക്കെ എടുത്ത് സമ്പാദത്തിനൊക്കെ വരുന്ന ആളുകളുണ്ടല്ലോ, മുജാഹിദുകളുടെ കൂട്ടത്തിൽ നിന്ന് സമ്പാദത്തിനൊക്കെ വരുന്ന ആളുകൾ, ആ സമ്പാദത്തിനൊക്കെ വരുന്ന ആളുകളുടെ വിവരം, അറബി പാണ്ഡിത്യം, അത് വായിക്കുന്നതിലുള്ള ഒരു വിവരം ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അതായത് നമ്മൾ സമ്പാദവേദിയിൽ നിന്ന് തന്നെ നമുക്ക് കാണാം. കാരണം സമ്പാദ്യത്തിനൊക്കെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള, നന്നായി വായിക്കാൻ അറിയുന്ന, നന്നായി അറബി കൈകാര്യം ചെയ്യാൻ അറിയുന്ന കിതാബുകളിലൊക്കെ ഗ്രാഹ്യതയുള്ള ആളുകളെയാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ആളുകളാണ് സമ്പാദത്തിന് വരിക. അപ്പോൾ മുജാഹിദുകളുടെ കൂട്ടത്തിൽ നിന്ന് സമ്പാദത്തിൽ നിന്ന് വന്ന ഒരുത്തൻ്റെ ഒരു അവതരണം നമുക്കൊന്ന് കേട്ട് നോക്കാം. പൊന്നാര സുഹൃത്തുക്കളെ കുറച്ചൊക്കെ നേരം വൈകി ഇത് നല്ലൊരു പാട്ടുകാരൻ, അതെന്നെ തപ്പി തടഞ്ഞ് ഇങ്ങോട്ടിങ്ങനെ ഒപ്പിക്കുക. ആ പാട്ടെങ്കിലും നേരെ പഠിച്ചു വരണ്ടേ? ആകെപ്പൊന്നല്ല എന്താ ഒരു പാട്ട്. ആ പാട്ടിന് അത് നേരെ പാടാ. നിനക്കടെ ഒരു സമ്പാദല്ലേ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വരണ്ടേ? ആകെപ്പതേ ഉള്ളുന്ന്. ആ ഒരു സംവാദത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്ന നിലക്ക് ആ മറുവശത്ത് ഈ വിനീതനും ഉണ്ടായിരുന്നു. ചിരിച്ചിട്ടൊരു വഴിക്കായിട്ടുണ്ട്. ആ സംവാദം കഴിഞ്ഞ് വരുമ്പോൾ ഈ രൂപത്തിലുള്ള ആളുകളാണല്ലോ, ഇത്ര നിലവാരമുള്ള കുറഞ്ഞ ആളുകളായിട്ടാണല്ലോ നമ്മൾ സംവാദം നടത്താൻ പോയത് എന്നുള്ള ഒരു നിരാശ മാത്രമാണ് നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ഉണ്ടായത്. അപ്പോൾ ഈ വിധത്തിലുള്ള കൂട്ടത്തിലേക്കാണ് പൊന്നു സഹോദര നിങ്ങൾ മുസ്ലിം ആയത് വളരെ നല്ലൊരു കാര്യം. പക്ഷേ ഇത്തരം വിവരമില്ലാത്ത ആളുകളുടെ കൂട്ടത്തിലാണ് നിങ്ങൾ പോയി പെട്ടിട്ടുള്ളത്. അക്ഷരത്തെറ്റുകളും വായനയിലുള്ള മിസ്റ്റേക്കുകളും ഒന്നല്ല നിങ്ങളുടെ പ്രശ്നം. അതൊക്കെ ഞാൻ സാമ്പിൾ, നിങ്ങൾ പറഞ്ഞതിനൊരു സാമ്പിൾ കാണിച്ചു തന്നതാണ്. നിങ്ങളുടെ വലിയ പ്രശ്നം ആദർശത്തിലുള്ള പ്രശ്നമാണ്. കാരണം നിങ്ങളുടെ വിശ്വാസപ്രകാരം മറ്റു മുജാഹിദുകളൊക്കെ നരകത്തിലാണ്, ഷിർക്കിലാണ്, കുഫറാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
മറ്റു മുജാഹിദുകളുടെ വിശ്വാസപ്രകാരം നിങ്ങളും മുശ്രിക്കാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ നിങ്ങൾ ഇനിയും തുടർന്നു പോരുന്നത്? യഥാർത്ഥ ഇസ്ലാമിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. നിങ്ങൾ വഴിയിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വരാൻ ഉദ്ദേശിച്ച നിങ്ങൾ വഴിയിൽ വെച്ചുകൊണ്ട് നിങ്ങളെ വഹാബികൾ തട്ടിയെടുത്തു. അവിടെ പോയപ്പോഴുണ്ടായ അവസ്ഥയോ നിങ്ങൾ ഈ അനാചാരം മറ്റുള്ളത് എന്നൊക്കെ പറഞ്ഞ് ദുരാചാരം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥ മുസ്ലിങ്ങളുടെ സുന്നികളുടെ യഥാർത്ഥ സ്വഹാബത്ത് ഇവിടെ പ്രചരിപ്പിച്ച പരിശുദ്ധമായ ദീനിനെ കൈമാറിയ യഥാർത്ഥ സുന്നി വിശ്വാസികൾക്കെതിരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ കുപ്രചരണം നടത്തുമ്പോൾ അതൊരു കിതാബ് നേരാവണ്ണം വായിക്കാൻ അറിയാത്ത നിങ്ങൾ ഈ തരത്തിലൊക്കെ പ്രചരണം നടത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, വാക്കുകളിലുള്ള പിഴവല്ല, അതൊക്കെ സ്വാഭാവികമായിട്ട് ആർക്കും പറ്റുന്നതാണ്. പക്ഷേ നിങ്ങളുടെ വിശ്വാസം തന്നെ അടിമുടി പോക്കാണ്. കാരണം നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങളുടെ അയൽവാസിയായ മുജാഹിദ് നരകത്തിലാണ്, അവന് മുശ്രിക്കാണ്. എന്ത് ഒരു ആരോപണമാണോ സുന്നികൾക്കെതിരെ ആരോപിക്കുന്നത് അതേ ആരോപണം തന്നെ നിങ്ങളുടെ വീട്ടിലുണ്ട്. നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ള മുജാഹിദുകൾ ആരോപിക്കുകയാണ്. നിങ്ങളുടെ പ്രവൃത്തിയിൽ അവരാരോപിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തിൽ അവരാരോപിക്കുകയാണ്. ഇങ്ങനെ വിശ്വാസവും ശരിയല്ലാത്ത ഏതു നിലക്ക് നോക്കിയാലും നിങ്ങളുടെ വിശ്വാസം ഒരു നിലക്ക് ശരിയാവുന്നില്ല. അപ്പോൾ അതായത് ഒരു മുജാഹിദ് ഏത് മുജാഹിദിൻ്റെ വിശ്വാസം എല്ലാ മുജാഹിദിൻ്റെ വിശ്വാസപ്രകാരം നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മുജാഹിദ് നരകത്തിലാണ്, അവൻ മുശ്രിക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് മുജാഹിദുകളുടെ അവസ്ഥ. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആ ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, നിങ്ങൾ മുട്ടുകൈയില്ലാത്തവർ ചെറുവിരലില്ലാത്തവരുടെ കുറ്റം പറയാൻ പാടില്ലല്ലോ. ഇത് ഏറ്റവും ബെസ്റ്റാണ്. നിങ്ങളീ പറഞ്ഞത് വളരെ ശരിയാണ്. ഇവിടെ വാക്കുപിഴവല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം വിശ്വാസത്തിൽ ആകെ പേച്ചു പോയിരിക്കുകയാണ്. ജിന്നു ശൈത്താനും സിഹറും മന്ത്രവും ഇതൊക്കെ പണ്ട് ശിർക്കായിരുന്നത് ഇപ്പോൾ ശിർക്കല്ലാത്തവരായി. പണ്ട് ശിർക്കല്ലാത്തവരായിരുന്നത് ഇപ്പോൾ ശിർക്കായി ഉരുണ്ടുമറിഞ്ഞ് അങ്ങനെ പിടിയും വലിയും തമ്മിൽ തല്ലും കച്ചറയും ഇതൊക്കെ എന്തിൻ്റെ പേരില? അക്ഷരത്തെറ്റിൻ്റെ പേരിലല്ല, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിലാണ്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾ യഥാർത്ഥ ഇസ്ലാമിലേക്ക് പുറപ്പെട്ടതാണ് ശരിയാണ്, പക്ഷേ നിങ്ങളെ വഴിയിൽ വെച്ച് നിങ്ങളെ റാഞ്ചി, നിങ്ങളെ മുജാഹിദുകൾ റാഞ്ചി, നിങ്ങളെ വഹാബികൾ റാഞ്ചി. നിങ്ങൾ യഥാർത്ഥ വഴിയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ ശരിയായ പാന്താവിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊരു അമുസ്ലിമായ വ്യക്തി മുസ്ലിമായത് എന്ന നിലക്കാണ് ഞാൻ ഇത്രയും സൗമ്യമായിട്ട് നിങ്ങൾ ഉപദേശിച്ചത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി ഇനിയും പഠിക്കുക. ഇനിയും പഠിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥ ഇസ്ലാമിൻ്റെ പാന്താവിലേക്ക് എത്തും. അള്ളാഹു നിങ്ങൾക്കതിന് സൗഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.